ഹായ് സ്റ്റുഡൻസ്, പ്രേയിങ് ഹാൻഡ്സ് എന്ന സ്റ്റോറിയും അതിൻ്റെ ആക്ടിവിറ്റീസുമാണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഹാവ് യു എവർ വണ്ടേർഡ് അബൌട്ട് ദ സ്റ്റോറീസ് ബിഹൈൻഡ് ഫേമസ് പെയിൻറ്റിങ്? ഫേമസ് ആയിട്ടുള്ള പല പെയിൻറ്റിങ്സിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. പക്ഷെ അതിൻ്റെയൊക്കെ പുറകിലുള്ള സ്റ്റോറികൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഹിയർ ഇസ് എ സ്റ്റോറി അബൌട്ട് ദ ക്ലാസിക്കൽ പെയിൻറ്റിങ് പ്രേയിങ് ഹാൻഡ്സ്. ഒരു വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു പെയിൻറ്റിംഗ് ആണ് പ്രേയിങ് ഹാൻഡ്സ്. അതിൻ്റെ പിന്നീടുള്ള സ്റ്റോറിയാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിക്കുന്നത്. പ്രേയിങ് ഹാൻഡ്സ്, പ്രേയിങ് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുക, ഒരു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന കൈകൾ, പ്രാർത്ഥനകളിൽ ഏർപ്പെട്ടിട്ടുള്ള ഒരു കരങ്ങൾ. അതാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ ടൈറ്റിലിൻ്റെ മീനിങ്. Back in the 15th century, in a tiny village in Germany, lived the Durer family with 18 children. 15th centuryയിൽ 15ാം നൂറ്റാണ്ടിൽ ജർമ്മനിയിലുള്ള ഒരു ചെറിയ വില്ലേജിലാണ് ഡ്യൂറർ ഫാമിലി ജീവിച്ചിരുന്നത്. ആ ഡ്യൂറർ ഫാമിലിയുടെ ഒരു പ്രത്യേകത എന്തായിരുന്നു? 18 ചിൽഡ്രൻ, 18 കുട്ടികളുണ്ടായിരുന്നു. യെസ്, 18. Just to keep food on the table for this big family, the father, who was a goldsmith by profession, worked for almost 18 hours a day. അപ്പോൾ ഈ 18 കുട്ടികളടങ്ങുന്ന ഫാമിലിക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ആ ഒരു ഫാദർ ആരായിരുന്നു? ഒരു ഗോൾഡ് സ്മിത്ത് ആയിരുന്നു. ഗോൾഡ് സ്മിത്ത് എന്ന് പറഞ്ഞാൽ സ്വർണ്ണപ്പണിക്കാരനായിരുന്നു. അദ്ദേഹം ഏകദേശം 18 മണിക്കൂറോളം ഒരു ദിവസം വർക്ക് ചെയ്യുമായിരുന്നു. He also took on any other paying jobs he could find in the neighborhood. അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രൊഫഷന് പുറമെ പൈസ കിട്ടുന്ന എല്ലാ പണികളും ആ ഒരു പ്രദേശത്തുള്ള ചെറിയ ചെറിയ എല്ലാ ജോബും ചെയ്തിരുന്നു. കാരണം ഫുഡിന് വേണ്ടിയിട്ടുള്ള ക്യാഷ് ഉണ്ടാക്കണം എന്നുള്ളതുകൊണ്ട്. Despite their hopeless condition, two of the older children, Albrecht and Albert, had a dream. അപ്പോൾ ഇവരുടെ ഈ ഒരു കഷ്ടപ്പാടിൻ്റെ ഇടക്കും ഇവരുടെ കൂട്ടത്തിൽ വലിയ 2 ആൺകുട്ടികളാണ് ആൽബ്രെക്റ്റും ആൽബർട്ടും. ഇവർക്ക് 2 പേർക്കും ഒരു സ്വപ്നം ഉണ്ടായിരുന്നു. ദേ ബോത്ത് വാണ്ടഡ് ടു പെർസ്യൂ ദെയർ ടാലൻറ്റ് ഫോർ ആർട്ട്. കലയിലുള്ള അവരുടെ ടാലൻറ്റ് അവർക്ക് ഒന്നുകൂടെ മെച്ചപ്പെടുത്തണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. But they knew that their father would never be able to send them to study at the academy. പക്ഷെ ഒരു അക്കാദമിയിൽ അവരെ വിട്ട് പഠിപ്പിക്കാനൊന്നും ഒരിക്കലും അവരുടെ ഫാദറിന് കഴിയില്ല. കാരണം അവരുടെ കുടുംബം എന്ന് പറഞ്ഞാൽ അത്രയും കഷ്ടപ്പാടിലൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആഫ്റ്റർ മെനി ലോങ് ഡിസ്കഷൻസ് ദ 2 boys ഫൈനലി വർക്ക്ഡ് ഔട്ട് എ പാക്റ്റ്. അങ്ങനെ ഒരുപാട് ഡിസ്കസ് ചെയ്ത ശേഷം ഇവർ 2 പേരും ഒരു കരാറിലെത്തുകയാണ്. They would toss a coin. അവരൊരു കോയിന് ടോസ് ചെയ്യാൻ തീരുമാനിച്ചു. The loser would go down into the nearby mines. എന്താണ് ആ ഒരു ടോസ് ചെയ്യുമ്പോൾ ലോസ് ചെയ്ത ആൾ എന്ത് ചെയ്യണം? അടുത്തുള്ള മൈൻ എന്ന് പറഞ്ഞാൽ ഖനികളിൽ വർക്ക് ചെയ്യാൻ പോകണം, പണി ചെയ്യാൻ പോകണം. ആൻഡ് ഹിസ് ഏർണിങ്സ് വുഡ് സപ്പോർട്ട് ഹിസ് ബ്രദർ ടു സ്റ്റഡി അറ്റ് ദ അക്കാദമി. അങ്ങനെ അയാൾ മൈൻസിൽ വർക്ക് ചെയ്ത് കിട്ടുന്ന പൈസ കൊണ്ട് മറ്റേ സഹോദരനെ അക്കാദമിയിൽ പോയി പഠിക്കാൻ സഹായിക്കണം. In the 4 years, the brother who won the toss would complete his studies. 4 വർഷം കൊണ്ട് ഒരു ടോസ് കിട്ടിയ ബ്രദർ എന്നാണ് അക്കാഡമിയിൽ പോയി തൻ്റെ പഠിത്തം പൂർത്തിയാക്കും. ആൻഡ് ഹീ വുഡ് ദെൻ സപ്പോർട്ട് ഹിസ് ബ്രദർ ടു ഗോ ടു ദ അക്കാദമി. അതിനുശേഷം 4 വർഷം അക്കാദമിയിൽ പഠിച്ച് തിരിച്ച് വന്നതിന് ശേഷം ആ ആളെന്താണ് മറ്റൊരാളെ അക്കാഡമിയിൽ പോയി പഠിക്കാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യണം. ഇഫ് നെസസറി ഹീ വുഡ് ഈവൻ വർക്ക് ഇൻ ദ മൈൻസ് ഫോർ ദാറ്റ്. ആവശ്യമെങ്കിൽ ആദ്യത്തെ ആൾ ചെയ്ത പോലെ മൈൻസിൽ വർക്ക് ചെയ്തിട്ടോ അതല്ലെങ്കിൽ എന്തെങ്കിലും പണി ചെയ്തിട്ട് ആ ഒരു മറ്റേ ആളെയും അക്കാദമിയിൽ പോയി പഠിക്കാൻ സഹായിക്കണം. അങ്ങനെ 2 ബ്രദേഴ്സും ഒത്തൊരുമിച്ചിട്ട് എഡ്യൂക്കേഷൻ നേടാൻ പ്ലാൻ ചെയ്യാണ്. ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാം അവർ കോയിൻ ടോസ് ചെയ്യുന്നത്. One Sunday morning after church, they tossed the coin that would determine their future. അങ്ങനെ ഒരു സൺഡേ മോർണിംഗ് രാവിലെ ചർച്ചിലൊക്കെ പോയതിന് ശേഷം അവരെന്താണ് ഈ കോയിൻ ടോസ് ചെയ്യാണ്. അവരുടെ ഭാവി തീരുമാനിക്കാൻ വേണ്ടിയിട്ട് അവർ ഈ ഒരു കോയിൻ ടോസ് ചെയ്യണം. ആൽബ്രെക്റ്റ് ഡ്യൂറർ, ദ യങ്ങർ ബ്രദർ, വൺ ദ ടോസ് ആൻഡ് വെൻറ്റ് ഓഫ് ടു ദ അക്കാഡമി. അപ്പോൾ കൂട്ടത്തിൽ യങ്ങറായിട്ടുള്ള ആൾ, ചെറിയ ആൾ എന്താണ് ആൽബ്രെക്റ്റ് ഡ്യൂറർ, അയാൾക്കാണ് ടോസ് വീണത്. അങ്ങനെ അവൻ അക്കാദമിയിലേക്ക് പോവാണ് ആർട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. Albert went down into dangerous mines and for the next 4 years supported his brother. അങ്ങനെ അവരുടെ ആ ഒരു പ്ലാൻ പ്രകാരം ആൽബർട്ട് എന്താണ് ഡേഞ്ചറസ് ആയിട്ടുള്ള ആ ഒരു ഖനികളിൽ പോയി വർക്ക് ചെയ്തു 4 വർഷത്തേക്ക്. എന്നിട്ട് തന്നെ സപ്പോർട്ട് ചെയ്തു തൻ്റെ ബ്രദറിനെ പഠിക്കാൻ വേണ്ടിയിട്ട്. ആൽബ്രെക്ട്സ് വർക്ക് അറ്റ് ദ അക്കാദമി വാസ് ആൾമോസ്റ്റ് ആൻ ഇമ്മീഡിയറ്റ് സെൻസേഷൻ. അക്കാഡമിയിൽ പോയ ആൽബ്രെക്റ്റ് എന്തായിരുന്നു? അദ്ദേഹത്തിൻ്റെ പല വർക്കുകളും
വളരെയധികം സക്സസ്ഫുള്ളായി. ആളുകൾ അദ്ദേഹത്തെ ഒരു നല്ല പെയിൻറ്ററായിട്ട് കണക്കാക്കാനൊക്കെ തുടങ്ങി. ആൽബ്രെക്ട്സ് ഇച്ചിങ്സ്, his woodcuts and his oil paintings were far better than those of most of his professors. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എച്ചിങ്സ് എന്ന് പറഞ്ഞാൽ ഈ ക്രേവിങ്സ്, മരത്തിലും ഗ്ലാസ്സിലും മെറ്റലിലൊക്കെ ഇങ്ങനെ കൊത്തി കണ്ടുണ്ടാക്കുന്ന വർക്ക്സ്, അതുപോലെ തന്നെ വുഡ് കട്ട്സ്, മരത്തിലൊക്കെ കട്ട് ചെയ്ത് ഇങ്ങനെ ഉണ്ടാക്കുന്ന വർക്ക്സ്, ഓയിൽ പെയിൻറ്റിങ്സ്, ഇതൊക്കെ എന്താണ് അവിടെയുള്ള പ്രൊഫസേഴ്സിനേക്കാളും ബെറ്റർ ആയിരുന്നു. അതായത് അത്രയും നല്ല ക്വാളിറ്റി വർക്ക്സ് അദ്ദേഹത്തിന് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞിരുന്നു. ബൈ ദ ടൈം ഹി ഗ്രാജുവേറ്റഡ് ഹി വാസ് ബിഗിനിങ് ടു ഏൺ എ കൺസിഡറബിൾ ഫീ ഫോർ ഹിസ് വർക്ക്സ്. അദ്ദേഹത്തിൻ്റെ ഗ്രാജുവേഷൻ, ആ ഒരു 4 വർഷത്തെ ഡിഗ്രി പൂർത്തിയാക്കുമ്പോഴേക്കും തൻ്റെ പെയിൻറ്റിങ്സിലൂടെ അല്ലെങ്കിൽ തൻ്റെ വർക്ക്സിലൂടെയൊക്കെ അദ്ദേഹത്തിന് മോശമല്ലാത്തൊരു തുക ഏൺ ചെയ്യാൻ, സമ്പാദിക്കാൻ പറ്റി തുടങ്ങിയിരുന്നു. When the young artist returned to his village, the Durer family held a festive dinner on their lawn to celebrate his homecoming. അങ്ങനെ 4 വർഷത്തെ പഠനത്തിന് ശേഷം ആൽബ്രക്റ്റ് വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ എന്താണ്, ആ ഡ്യൂറർ ഫാമിലി വലിയൊരു ഫെസ്റ്റിവൽ, ഒരു സെലിബ്രേഷൻ തന്നെ കൊണ്ടാടി. അവൻ്റെ ഒരു ഹോം കമ്മിങ്, വീട്ടിലേക്ക് 4 വർഷത്തിന് ശേഷം തിരിച്ചു വരുന്നത് അവർ ആഘോഷിക്കുകയാണ്. It was a long and memorable meal filled with music and laughter. അപ്പോൾ എങ്ങനെയായിരുന്നു, മ്യൂസിക്കും കളിയും ചിരിയൊക്കെ ആയിട്ട് നല്ല ഫുഡൊക്കെ ഉണ്ടായ നല്ലൊരു പാർട്ടിയായിരുന്നു. At the end, Albrecht rose from his honored position at the head of the table. അങ്ങനെ പാർട്ടിക്കിടയിൽ എന്താണ്, ആൽബ്രക്റ്റ് തന്നെ ഹോണർ ചെയ്ത് ഇരുത്തി ആ ഒരു ചെയറിൽ നിന്ന് എണീക്കുകയാണ്. ഹി ഡ്രാങ്ക് എ ടോസ്റ്റ് ടു ഹിസ് ബിലവഡ് ബ്രദർ ഫോർ ദ ഇയേഴ്സ് ഓഫ് സാക്രിഫൈസ് ദാറ്റ് ഹി ഹാഡ് എനേബിൾഡ് ഹിം ടു ഫുൾഫിൽ ഹിസ് അംബീഷൻ. അങ്ങനെ അവനൊരു ടോസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ഒരു ഡ്രിങ്ക് ഒന്നിങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് ഡ്രിങ്ക് ഇങ്ങനെ ടോസ്റ്റ് ചെയ്യാണ്. തന്നെ ഇത്രയും കാലം ഈ ഒരു 4 വർഷം തനിക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്ത് തന്നെ പഠിത്തത്തിൽ സഹായിച്ച, കഷ്ടപ്പെട്ട് വർക്ക് ചെയ്ത് തന്നെ ഈ ഒരു പഠിത്തം ഫുൾഫിൽ ചെയ്യാൻ സഹായിച്ച ആ ഒരു ബ്രദറിന് ഉള്ളൊരു നന്ദി പറയണം അദ്ദേഹം. അവസാനം തൻ്റെ വാക്കുകൾ, ഹിസ് ക്ലോസിങ് വേർഡ്സ്, തൻ്റെ വാക്കുകൾ അവസാനിപ്പിച്ചത് എങ്ങനെയായിരുന്നു, ആൻഡ് നൗ ആൽബർട്ട്, ബ്ലെസ്ഡ് ബ്രദർ ഓഫ് മൈൻ, നൗ ഇറ്റ് ഈസ് യുവർ ടേൺ. ആൽബർട്ട്, എൻ്റെ ബ്രദറായ ആൽബർട്ട്, ഇനി നിങ്ങളുടെ ഊഴമാണ്. അതായത് ഇവരുടെ പ്ലാൻ പ്രകാരം എങ്ങനെയായിരുന്നു, ഒരാൾ 4 വർഷം പഠിച്ച് തിരിച്ച് വന്നിട്ട് അടുത്ത ആൾ പഠിക്കാൻ പോകുന്നു എന്നായിരുന്നു. അപ്പോൾ ഇനി ആൽബർട്ട് നിങ്ങളുടെ ഊഴമാണ് എന്ന് ആൽബ്രെക്റ്റ് പറയാണ്. നൗ യു ക്യാൻ ഗോ ടു ദ അക്കാദമി ടു പെർസ്യൂ യുവർ ഡ്രീം ആൻഡ് ഐ വിൽ ടേക്ക് കെയർ ഓഫ് യു. അപ്പോൾ അവൻ അഭിമാനത്തോടെ പറയുകയാണ്, ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ എഡ്യൂക്കേഷൻ, നിങ്ങളുടെ സ്വപ്നം നേടിയെടുക്കാൻ അക്കാഡമിയിൽ പോവാം, ഞാൻ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം എന്ന് അവർ പ്രോമിസ് ചെയ്തതുപോലെ മറ്റേ ആൾ വന്നിട്ട് പറയാണ്. All heads turned in eager expectation to the far end of the table where Albert sat. അങ്ങനെ ആ കൂടിയിരിക്കുന്ന എല്ലാവരും എന്താണ്, അപ്പുറത്തെ ആ ഒരു ടേബിളിൻ്റെ മറ്റേ അറ്റത്തിരിക്കുന്ന ആൽബർട്ടിനെ നോക്കുകയാണ്. ആൽബർട്ട് എന്ത് മറുപടി ആയിരിക്കും പറയുക എന്ന് അവർ വെയിറ്റ് ചെയ്യാണ്. Tears were streaming down his pale face. അപ്പോൾ ആ സമയത്ത് ആൽബർട്ടിൻ്റെ പെയിൽ ഫേസ്, മങ്ങിയ പണിയെടുത്ത് വിളറി വെളുത്ത ആ ഒരു മുഖത്തിലൂടെ കണ്ണുനീര് ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഷേക്കിംഗ് ഹിസ് ലോവേർഡ് ഹെഡ് ഫ്രം സൈഡ് ടു സൈഡ് ഹി സോബ്ഡ് ആൻഡ് റിപ്പീറ്റഡ് ഓവർ ആൻഡ് ഓവർ അഗെയിൻ, നോ നോ നോ. അപ്പോൾ തൻ്റെ ആ ഒരു കണ്ണുനീരോടുകൂടി തല താഴ്ത്തി പിടിച്ച് അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും 2 സൈഡിലേക്ക് തല ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ട് നോ നോ, ഇല്ല ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫൈനലി ആൽബർട്ട് റോസ് ആൻഡ് വൈപ്പ് ദ ടീയേഴ്സ് ഓൺ ഹിസ് ചീക്സ്. അങ്ങനെ ഫൈനലി എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുക. ആൽബർട്ട് എഴുന്നേറ്റിട്ട് തൻ്റെ കണ്ണുനീരുകളൊക്കെ തുടച്ച് തല ഉയർത്തുകയാണ്. ഹി ഗ്ലാൻസ് ഡൗൺ ദ ലോങ് ടേബിൾ അറ്റ് ദ ഫേസസ് ഹി ലവ്ഡ്. അതിനുശേഷം എന്താണ്, എല്ലാവരും ഒന്ന് നോക്കി താഴേക്ക് നോക്കിക്കൊണ്ട് അദ്ദേഹം എന്താണ് എന്തോ പറയാൻ പോവുകയാണ്. Then holding his hands close to his right cheek, he said softly. അതിനുശേഷം തൻ്റെ റൈറ്റ് ചീക്കിലേക്ക് തൻ്റെ കൈ ഇങ്ങനെ വെച്ചുകൊണ്ട് അദ്ദേഹം പറയാണ്, നോ ബ്രദർ, ഐ കനോട്ട് ഗോ ടു ദ അക്കാദമി, ഇറ്റ്സ് ടു ലേറ്റ് ഫോർ മീ. ഇല്ല സഹോദര, ഞാൻ അക്കാദമിയിലേക്ക് പോകുന്നില്ല, ഇറ്റ്സ് ടു ലേറ്റ് ഫോർ മീ. എനിക്കെന്താണ് ഒരുപാട് പ്രായമായി, ഒരുപാട് ലേറ്റായി, ഇനി ഒരിക്കലും അവിടെ പോയി എഡ്യൂക്കേഷൻ പെർസ്യൂ ചെയ്യാൻ പറ്റില്ല. Look what 4 years in the mines have done to my hands. നീ നോക്കൂ, ഈ 4 വർഷം
ഈ മൈനിൽ ഖനിയിൽ കഷ്ടപ്പെട്ട് പണിയെടുത്ത് എൻ്റെ കൈയിൻ്റെ അവസ്ഥ എന്താണ്, എൻ്റെ കൈകൾക്കിപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് നോക്കൂ എന്ന് പറഞ്ഞ് തൻ്റെ കൈകൾ കാണിച്ചു കൊടുക്കുകയാണ്. ദ ബോൺസ് ആൻഡ് എവറി ഫിംഗർ ഹാവ് ബീൻ സ്മാഷ്ഡ് അറ്റ്ലീസ്റ്റ് വൺസ്. തൻ്റെ എല്ലാ വിരലുകളിലുള്ള എല്ലുകളും അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും പൊട്ടിക്കഴിഞ്ഞു. ആ ഒരു ഖനിയിൽ പണിയെടുത്ത് തൻ്റെ എല്ലുകളൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്. ഐ കനോട്ട് ഈവൻ ഹോൾഡ് എ ഗ്ലാസ് ടു റിട്ടേൺ യുവർ ടോസ്. നിൻ്റെ ടോസ്റ്റ് നീ ആ ഒരു ഗ്ലാസ് ഉയർത്തിപ്പിടിച്ചപ്പോൾ തിരിച്ച് ആ ഒരു ഗ്ലാസ് ഉയർത്താൻ പോലും എനിക്ക് കഴിയില്ല. മച്ച് ലെസ് മേക്ക് എൻ ആർട്ട് ഓൺ ക്യാൻവാസ് വിത്ത് എ പെൻ ഓർ എ ബ്രഷ്. പിന്നെ എങ്ങനെയാണ് ഒരു ക്യാൻവാസിൽ ഒരു പെന്നോ ബ്രഷോ ഒക്കെ പിടിച്ച് ഒരു ആർട്ട് ക്രിയേറ്റ് ചെയ്യാൻ എനിക്ക് കഴിയുക എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു ഫീസ്റ്റും അതിൽ കൈകൾ ഉയർത്തിപ്പിടിച്ച് സംസാരിക്കുന്ന ആൽബർട്ടിനെ. മോർ ദാൻ 500 years have passed. അങ്ങനെ കുറച്ച് കാലങ്ങൾ കടന്നു പോവാണ്. ബൈ നൗ ഹൺഡ്രഡ്സ് ഓഫ് ആൽബ്രെക്റ്റ് ഡ്യൂറേഴ്സ് മാസ്റ്റർഫുൾ പോർട്രേറ്റ്സ്, പെൻ ആൻഡ് സിൽവർ പോയിൻറ്റ് സ്കെച്ചസ്, വാട്ടർ കളേഴ്സ്, charcoals, woodcut and copper impressions hang in every great museum in the world. അങ്ങനെ ഏകദേശം 500 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ എന്താണ് ആ ഒരു ആൽബ്രെക്റ്റ് ഡ്യൂറർ, ആ ഒരു ഗ്രേറ്റ് പെയിൻറ്റർ ആയിട്ടുള്ള ആൽബ്രെക്റ്റ് ഡ്യൂററിൻ്റെ പല ടൈപ്പ് ഓഫ് പെയിൻറ്റിങ്സും വർക്ക്സും ഒരുപാട് മ്യൂസിയങ്ങളിലൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. അത്രയും ഫേമസ് ആയിട്ടുള്ളൊരു പെയിൻറ്ററായി അദ്ദേഹം മാറുകയാണ്. ബട്ട് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ആർ ഫെമിലിയർ വിത്ത് ഓൺലി വൺ ഓഫ് ആൽബ്രെക്റ്റ് ഡ്യൂറേഴ്സ് വർക്ക്. പക്ഷേ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഫെമിലിയർ ആയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു പെയിൻറ്റിംഗ് ആണ്. വൺ ഡേ ഹി ഡിസൈഡഡ് ടു പേ ഹോമേജ് ടു ഹിസ് ബ്രദർ. അപ്പോൾ ആ ഒരു പെയിൻറ്റിങ് വന്ന കഥയാണ് പറയുന്നത്. വൺ ഡേ ഹി ഡിസൈഡഡ് ടു പേ ഹോമേജ് ഹിസ് ബ്രദർ ആൽബർട്ട് ഫോർ ആൾ ദാറ്റ് ഹി ഹാഡ് സാക്രിഫൈസ്ഡ്. അങ്ങനെ തനിക്ക് വേണ്ടി എല്ലാം ത്യജിച്ച തൻ്റെ ആ ഒരു ബ്രദറിനെ ഒരു നന്ദി സൂചകമായിട്ട് തൻ്റെ താങ്ക്സ് അറിയിക്കാൻ വേണ്ടി അദ്ദേഹം തീരുമാനിക്കുകയാണ്. ആൽബ്രെക്റ്റ് ഡ്യൂറർ painstakingly drew his brother's abused hands with palms held together with a thin finger stretched skyward. അങ്ങനെ അദ്ദേഹം എന്താണ് ഒരു പെയിൻറ്റിങ് വളരെ വേദനാജനകമായിട്ട് പെയിൻസ്റ്റേക്കിംഗ്ലി ഒരു പെയിൻറ്റിങ് വരയ്ക്കുകയാണ്. അതെന്തായിരുന്നു? ഹിസ് ബ്രദേഴ്സ് അബ്യൂസ്ഡ് ആൻഡ്സ്, തൻ്റെ സഹോദരൻ്റെ പണിയെടുത്ത് കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടുള്ള ആ ഒരു കൈകളായിരുന്നു ഹെൽഡ് ടുഗെദർ, ഇങ്ങനെ ഒരുമിച്ച് വിത്ത് തിൻ ഫിംഗേഴ്സ് സ്ട്രെച്ച് സ്കൈവേർഡ്, ഇങ്ങനെ ഫിംഗേഴ്സ് ആകാശത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുന്നത് പോലെ രണ്ട് കൈകളും ഇങ്ങനെ ഒരുമിച്ചിട്ടുള്ള ഒരു പിക്ചറായിരുന്നു. ഹി കാൾഡ് ഹിസ് പവർഫുൾ ഡ്രോയിങ് സിംപ്ലി ഹാൻഡ്സ്. അദ്ദേഹം ആ ഒരു ഡ്രോയിങ്ങിനെ ഹാൻഡ്സ് എന്നാണ് വിളിച്ചത്, കൈകൾ. ബട്ട് ദ വേൾഡ് റീനെയിംഡ് ഇറ്റ്സ് ട്രിബ്യൂട്ട് ഓഫ് ലവ് ആസ് ദ പ്രേയിങ് ഹാൻഡ്സ്. പക്ഷേ ആ ഒരു പെയിൻറ്റിങ് ആസ്വദിച്ച ഈ ലോകത്തുള്ള ആളുകളാണ് അതിന് ദ പ്രേയിങ് ഹാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേര് നൽകിയത്. ദ നെക്സ്റ്റ് ടൈം യു സീ എ കോപ്പി ഓഫ് ദ ടച്ചിങ് ക്രിയേഷൻ ടേക്ക് എ സെക്കൻഡ് ലുക്ക്. അപ്പോൾ ഇനി എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ആ ഒരു പെയിൻറ്റിങ് കാണാൻ ഒരു അവസരം ലഭിക്കുകയാണെങ്കിൽ ഈ കഥകളൊക്കെ ഓർത്തുകൊണ്ട് ഒന്നും കൂടെ ഒരു സെക്കൻഡ് ലുക്ക് അതിലേക്ക് ഒന്നും കൂടെ നിങ്ങൾ നോക്കുക. ലെറ്റ് us റിമെമ്പർ ദാറ്റ് നോ വൺ എവർ മേക്സ് ഇറ്റ് അലോൺ. അപ്പോൾ ഈ ലോകത്ത് ഒരാളും ഒരു കാര്യവും ഒരിക്കലും ഒറ്റയ്ക്ക് ചെയ്തിട്ടില്ല. അയാൾക്ക് പുറകിൽ ഒരുപാട് സാക്രിഫൈസ് ചെയ്ത് ഒരുപാട് സഹിച്ചിട്ടുള്ള ഒരുപാട് ആളുകളുണ്ടാവും. ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സായിട്ടോ പാരൻസൊക്കെ ആയിട്ട് ഒരുപാട് പേര് ഓരോ ആളുകളുടെ നേട്ടത്തിനും പിറകിലും ഉണ്ടാവും എന്നാണ് ഈ ഒരു സ്റ്റോറിയിലൂടെ പറയുന്നത്. ചാപ്റ്ററിൻ്റെ സ്റ്റാർട്ടിങ്ങിലായിട്ട് ആ ഒരു പെയിൻറ്റിങ് കൊടുത്തിട്ടുണ്ട്. ഈ ഫോട്ടോയിൽ കാണുന്നതാണ് ആ ഒരു പെയിൻറ്റിങ് ബൈ ആൽബ്രെക്റ്റ് ഡ്യൂറർ. ഇതിൻ്റെ പേരാണ് ദ പ്രേയിങ് ഹാൻഡ്സ്. തൻ്റെ ബ്രദറിൻ്റെ ആ ഒരു പണിയെടുത്ത് ക്ഷീണിച്ച കൈകളാണ് അദ്ദേഹം ഈ പെയിൻറ്റിങ്ങിൽ പോർട്രേ ചെയ്തിട്ടുള്ളത്. So now let's move to the activities and side questions. ആദ്യം side questions നോക്കാം. Why was it tough to keep food on the table for the Durer family? എന്തുകൊണ്ടായിരുന്നു ആ ഒരു ഡ്യൂറർ ഫാമിലിക്ക് ഒരു നേരത്തെ ഫുഡ് ലഭിക്കാൻ അത്രയും ഹാർഡായിരുന്നത്, അത്രയും ബുദ്ധിമുട്ടായി തോന്നിയിരുന്നത്? It was a big family with 18 children and their father worked for more than 18 hours a day to earn their daily food. കാരണം അവരുടെ ഫാമിലിയിൽ എന്താണ് 18 ചിൽഡ്രൻ ഉണ്ടായിരുന്നു, ഇൻക്ലൂഡിങ് പാരൻസ്. അപ്പോൾ 20 ആളുകളുണ്ടാവും. അത്രയും ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് അവരുടെ ഫാദർ എന്താണ് മോർ ദാൻ 18 hours ഒരു ദിവസം ജോലി ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ആ ഒരു ഫുഡ് കീപ്പ് ചെയ്യുന്നതിന് അവർ വളരെയധികം കഷ്ടപ്പെട്ടിരുന്നു എന്ന് പറയുന്നത്.
വൈ ഡിഡ് ദ ബ്രദേഴ്സ് ഡിസൈഡഡ് ടു ടോസ് എ കോയിൻ? എന്തുകൊണ്ടാണ് ബ്രദേഴ്സ് ഒരു കോയിൻ ടോസ് ചെയ്യാൻ തീരുമാനിച്ചത്? ദ ബ്രദേഴ്സ് ടോസ് ദ കോയിൻ ഇൻ ഓർഡർ ടു പെർസ്യൂ ദെയർ ഡ്രീംസ്. അവരുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാനാണ് അവരെന്ത് ചെയ്തത്? അവർ കോയിൻ ടോസ് ചെയ്തത്. ദ പേഴ്സൺ ഹൂ ഫെയിൽ നീഡ് ടു സപ്പോർട്ട് ദ അതർ ടു എഡ്യൂക്കേഷൻ ഫ്രം ദ അക്കാദമി. അപ്പോൾ ഈ ഒരു ടോസ് ചെയ്തിട്ട് ഫെയിൽ ചെയ്ത ആളെന്താണ്? മറ്റേ ബ്രദറിനെ തൻ്റെ എഡ്യൂക്കേഷൻ നേടാൻ വേണ്ടിയിട്ട് അക്കാദമിയിലേക്ക് പോയി ആർട്ട് പഠിക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യണം. ഇതിനു വേണ്ടിയാണ് അവർ ടോസ് ചെയ്തത്. ഹൗ ഡിഡ് ദ ഡ്യൂറർ ഫാമിലി സെലിബ്രേറ്റ് ആൽബ്രെക്ട്സ് റിട്ടേൺ? ആൽബ്രെക്റ്റിൻ്റെ പഠിത്തം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ എങ്ങനെയാണ് അവരത് സെലിബ്രേറ്റ് ചെയ്തത്? ഡ്യൂറർ ഫാമിലി ഹെൽഡ് എ ഫെസ്റ്റീവ് ഡിന്നർ ഓൺ ദെയർ ലോൺ ടു സെലിബ്രേറ്റ് ആൽബ്രെക്ട്സ് റിട്ടേൺ. അപ്പോൾ ആൽബ്രെക്റ്റിൻ്റെ റിട്ടേണിന് വേണ്ടിയിട്ട് അവരെന്താണ് ഒരു വലിയ ഡിന്നർ പാർട്ടി തന്നെ അറേഞ്ച് ചെയ്തിരുന്നു. ഇറ്റ് വാസ് എ ലോങ് മെമ്മറബിൾ മീൽ ഫിൽഡ് വിത്ത് മ്യൂസിക് ആൻഡ് ലാഫ്റ്റർ. മ്യൂസിക്കും കളിയും ചിരിയൊക്കെ ആയിട്ട് ഒരുപാട് ടൈപ്പ് ഓഫ് ഫുഡൊക്കെ ഉള്ള ഒരു വലിയ ഫെസ്റ്റിവൽ പോലെ തന്നെയായിരുന്നു ആ ഒരു ഡിന്നർ. വാട്ട് മെസ്സേജ് ഡു വി ഗെറ്റ് ഫ്രം ദ സ്റ്റോറി ഓഫ് ആൽബർട്ട് ആൻഡ് ആൽബ്രെക്റ്റ്? ഇവരുടെ കഥയിൽ നിന്ന് എന്ത് മെസ്സേജാണ് നമുക്ക് ലഭിക്കുന്നത്? നോ വൺ എവർ മേക്സ് ഇറ്റ് അലോൺ. ഇത് തന്നെയാണ് ഈ കഥയുടെ ഏറ്റവും വലിയ മെസ്സേജ്. അതായത് ഒരാളും ജീവിതത്തിൽ ഒറ്റയ്ക്കല്ല തൻ്റെ വിജയം നേടിയെടുക്കുന്നത്. അതിന് പിറകിൽ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് ഒരുപാട് പേരുണ്ടാവും. തൻ്റെ ഫാമിലിയോ ഫ്രണ്ട്സോ പാരൻസ് അങ്ങനെ തനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അത്രയും തന്നെ അടുപ്പമുള്ള ഒരുപാട് പേരുണ്ടാവും തൻ്റെ വിജയത്തിന് പുറകിൽ. ഇപ്പോൾ ഇവിടെ ആൽബ്രെക്റ്റിൻ്റെ വിജയത്തിന് പുറകിൽ ആൽബർട്ടിൻ്റെ 4 വർഷത്തെ ആ മൈൻഡിലുള്ള കഠിനാധ്വാനം ഉണ്ടായിരുന്നു. അതാണ് ഈ ഒരു സ്റ്റോറിയിലുള്ള ഏറ്റവും വലിയ മെസ്സേജ്. Activity 1. Here are some sentences about the story. Correct those which are incorrect. അപ്പോൾ സ്റ്റോറിയെക്കുറിച്ച് കുറച്ച് സെൻറ്റൻസസ് ഉണ്ട്. അതിൽ തെറ്റായിട്ടുള്ള സെൻറ്റൻസസിനെ കറക്റ്റ് ചെയ്ത് എഴുതാനാണ്. Albert and Albrecht Durer came from a wealthy family, but they still needed to make a difficult choice to pursue their dream. രണ്ടുപേരും വളരെ കഴിവുള്ള വെൽത്തി ആയിട്ടുള്ളൊരു ഫാമിലിയിൽ നിന്നാണോ വരുന്നത്? അല്ല. Albert and Albrecht Durer came from a poor family and they needed to make a difficult choice to pursue their dreams എന്ന് സെൻറ്റൻസിനെ കറക്റ്റ് ചെയ്ത് എഴുതുക. വെൽത്തി ഫാമിലിക്ക് പകരം അവിടെ പുവർ ഫാമിലി കൊടുക്കുക. ആൽബർട്ട് ആൻഡ് ആൽബ്രെക്റ്റ് ഡ്യൂറർ came from a poor family. They needed to make a difficult choice to pursue their dreams. Second sentence, Albrecht Durer, the younger brother, won the toss and went off to the academy immediately. ശരിയാണ്. ആൽബ്രെക്റ്റ് ഡ്യൂറർ ആയിട്ടുള്ള യങ്ങർ ബ്രദർ ടോസ് കിട്ടി അക്കാദമിയിലേക്ക് പോയി. Albert was enthusiastic about the idea of going to academy after Albrecht returned. ശരിയാണ്. കഥയുടെ തുടക്കത്തിൽ ആൽബ്രെക്റ്റ് തിരിച്ചു വന്നതിന് ശേഷം അക്കാഡമിയിൽ പോയി പഠിക്കാൻ ആൽബർട്ടിന് താല്പര്യം ഉണ്ടായിരുന്നു. നമ്മൾ ആ സ്റ്റാർട്ടിങ് നോക്കുകയാണെങ്കിൽ ഇത് കറക്റ്റാണ്. എന്നാൽ എൻഡിങ് നോക്കുകയാണെങ്കിലോ ആൽബർട്ടിന് അതിനുള്ളൊരു ആരോഗ്യം ഉണ്ടായിരുന്നില്ല എന്നും പറയാം. ദെൻ ഫോർത്ത് സെൻറ്റൻസിലേക്ക് വരിക. ആൽബർട്ട് ഡിസൈഡഡ് നോട്ട് ടു അറ്റൻഡ് ദ അക്കാദമി ബിക്കോസ് ഓഫ് ഹിസ് ഫിസിക്കൽ ഇഞ്ചുറീസ് ഫ്രം വർക്കിംഗ് ഇൻ ദ മൈൻസ്. അത് ശരിയാണ്. മൈൻസിൽ വർക്ക് ചെയ്തുകൊണ്ട് തൻ്റെ കൈകൾക്ക് വന്ന ഇഞ്ചുറീസ് കാരണമാണ് അദ്ദേഹം ആ ഒരു അക്കാഡമിയിൽ പോയി പഠിക്കുന്നില്ല എന്ന് തീരുമാനിച്ചത്. The last sentence, Albrecht Durer's artistic success is attributed solely to his own effort. ആൽബ്രെക്റ്റ് ഡ്യൂററിൻ്റെ ഒറ്റയ്ക്കുള്ള എഫേർട്സ് കൊണ്ടാണ് അദ്ദേഹം വിജയിച്ചത് ആണോ? അല്ല. ആൽബ്രെക്റ്റ് ഡ്യൂറേഴ്സ് ആർട്ടിസ്റ്റിക് സക്സസ് ഈസ് അട്രിബ്യൂട്ടഡ് ടു ഹിസ് ആൻഡ് ഹിസ് ബ്രദേഴ്സ് എഫേർട്ട്. അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെയും എഫേർട്സ് മൂലമാണ് അദ്ദേഹം വിജയിച്ചത് എന്ന് പറയാം. Activity 2. Rearrange the events in the story praying hands in the correct order. കുറച്ച് ഇവൻറ്റ്സ് സ്റ്റോറിയിലുള്ള കുറച്ച് ഇവൻറ്റ്സ് തന്നിട്ടുണ്ട്. അത് കറക്റ്റ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് ആയിട്ട് വരിക ആൽബർട്ട് ആൻഡ് ആൽബ്രെക്റ്റ് ഹാഡ് എ ഡ്രീം. രണ്ടുപേർക്കും ഒരു സ്വപ്നം ഉണ്ടായിരുന്നു. സെക്കൻഡ് വരിക ദേ ബോത്ത് വാണ്ടഡ് ടു പെർസ്യൂ ദെയർ ടാലൻറ്റ് ഫോർ ആർട്ട് ബട്ട് ദേ ന്യൂ ദാറ്റ് ദെയർ ഫാദർ വുഡ് നെവർ ബി ഏബിൾ ടു സെൻഡ് ദം ടു സ്റ്റഡി അറ്റ് അക്കാദമി. രണ്ടുപേർക്കും ആർട്ട് പെർസ്യൂ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ പാരൻസിന് അതിന് കഴിയില്ല എന്ന് അവർക്ക് ബോധ്യം ഉണ്ടായിരുന്നു. തേർഡ് സെൻറ്റൻസ് വരെ എന്താണ്? ആഫ്റ്റർ മെനി ലോങ് ഡിസ്കഷൻ ദ ടു ബോയ്സ് ഫൈനലി വർക്ക്ഡ് ഔട്ട് എ പാക്ട്. ഒരുപാട് ഡിസ്കസ് ചെയ്ത് അവർ തമ്മിലൊരു കരാറിലെത്തുകയാണ്. ഫോർത്ത് സെൻറ്റൻസ് ആൽബ്രെക്റ്റ് ഡ്യൂറർ ദ യങ്ങർ ബ്രദർ വൺ ദ ടോസ് ആൻഡ് വെൻറ്റ് ഓഫ് ടു ദ അക്കാദമി. അവരുടെ തീരുമാനത്തിനനുസരിച്ച് യങ്ങർ ബ്രദറായ ആൽബ്രെക്റ്റ് ഡ്യൂറർ
ടോസ് ലഭിച്ച് അക്കാദമിയിലേക്ക് പഠിക്കാൻ പോയി. ദെൻ 5th സെൻറ്റൻസ് എന്താണ്? വെൻ ദ യങ് ആർട്ടിസ്റ്റ് returned to his village, the Durer family held a festive dinner on their lawn to celebrate Albrecht's homecoming. ആൽബ്രക്റ്റിൻ്റെ പഠിത്തം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ ആ ഡ്യൂറർ ഫാമിലി ഒരു സെലിബ്രേഷൻ ഉണ്ടാക്കിയതാണ് 5th ഇവൻറ്റ്. 6th ഇവൻറ്റ്, ഫൈനലി ആൽബർട്ട് റോസ് ആൻഡ് വൈപ്ഡ് ദ ടിയേഴ്സ് ഓൺ ഹിസ് ചീക്ക്. ആ ഒരു ഡിന്നറിൻ്റെ ഇടയിൽ ആൽബർട്ട് എഴുന്നേറ്റ് നിന്ന് തൻ്റെ കവിളുകളിലുള്ള കണ്ണുനീരൊക്കെ തുടച്ച് കുറച്ച് കാര്യങ്ങളും പറയാൻ മുന്നോട്ട് വരുന്നു ആ ഒരു ഇവൻറ്റ്. ദെൻ അവസാനം 7th ഇവൻ്റായിട്ട് വരിക. ആൽബർട്ട് സെറ്റ് ഐ കനോട്ട് ഈവൻ ഹോൾഡ് എ ഗ്ലാസ് ടു റിട്ടേൺ യുവർ ടോസ് മച്ച് ലെസ് മേക്ക് ആർട്ട് ഓൺ ക്യാൻവാസ് വിത്ത് എ പെൻ ഓർ ബ്രഷ്. അപ്പോൾ താൻ വർക്ക് ചെയ്ത് കൈകളൊക്കെ ടയേർഡ് ആയതുകൊണ്ട് തന്നെ ഒരു ഗ്ലാസ് പിടിക്കാൻ പോലും കഴിയില്ല. പിന്നെ ഒരു ക്യാൻവാസിൽ ഒരു പെന്നും ബ്രഷൊക്കെ പിടിച്ച് എങ്ങനെയാണ് പെയിൻറ്റ് ചെയ്യുക എന്ന് ചോദിക്കുന്നതാണ് 7th ഇവൻറ്റ്. ആൻഡ് ഫൈനൽ ഇവൻറ്റ് 8th വൺ, ആൽബ്രക്റ്റ് ഡ്യൂറർ painstakingly drew his brother's abused hands with palms held together with a thin finger stretched skyward. ആ ഒരു ബ്രദറിനോടുള്ളൊരു നന്ദി സൂചകമായിട്ട് ബ്രദറിൻ്റെ കൈകൾ ഒരു ക്യാൻവാസിൽ അദ്ദേഹം വരയ്ക്കുന്നതും അതിനാ ഒരു പ്രേയിങ് ഹാൻഡ്സ് എന്ന പേര് കിട്ടുന്നതുമാണ് ലാസ്റ്റ് ഇവൻറ്റ് വരിക. അപ്പോൾ ഈ ഇവൻറ്റ്സ് ഓർഡറിലാക്കിയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന സ്പേസിൽ നിങ്ങൾ അറേഞ്ച് ചെയ്ത് എഴുതണം. ഈ ചാപ്റ്ററിൻ്റെ മലയാളം എക്സ്പ്ലനേഷന് അതുപോലെ തന്നെ ഇതിലുള്ള സൈഡ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആക്ടിവിറ്റീസാണ് ഈ വീഡിയോയിലൂടെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. കീപ്പ് വാച്ചിങ്. താങ്ക് യു ഓൾ.